റീസെൻ്റ്ലി എനിക്ക് ഒരു പബ്ലിക്കിലല്ല, നമ്മളൊരു വല്ലാത്ത രീതിയിൽ കമൻറ്റ് പെട്ടെന്ന് ഒരു പരിചയവും ഇല്ലാത്ത ഒരാളാണ്. എന്നാലും പരിചയമുണ്ടെങ്കിൽ പോലും ആരെയും നമ്മൾ അങ്ങനെ ഒരു ഒത്തിരി പേഴ്സണൽ ലെവലിൽ നമ്മളെ വല്ലാതെ പറഞ്ഞ് കഴിയുമ്പോൾ മാത്രം ഫേമായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. റൂഡായിട്ടല്ല, പക്ഷെ ഫേമായിട്ട് ഞാൻ തിരിച്ച്. പ്രോഗ്രാമിലോ അങ്ങനെ വല്ലതും ആയിരുന്നു അതോ ഒരു പബ്ലിക് സ്പേസിലായിരുന്നു ഞാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വഴിപോക്കൻ വന്ന് എന്താ പറയുക, ഞാൻ എൻ്റെ കാര്യം നോക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇരുന്ന് വെച്ചാൽ ഈ ഇത്രയൊക്കെ പൊക്കമുള്ളൂ, ഇത് നിങ്ങൾക്കൊന്നത് ഒരു പൊക്കവും ഇല്ല, ഇങ്ങനെയാണോ ഇരിക്കണേ, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. അയാൾ ഞാൻ ആദ്യമായിട്ട് കാണാം. അയാൾ അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര പൊക്കമുള്ളൂ, അല്ലാതെ എൻ്റെ വിചാരം, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. I was minding my own business. I was sending a text to my friend sitting ഒരു കോർണറിൽ ഒരു ലോബിയിൽ ഇരുന്ന് ചെയ്യുക. അയാൾ നേരിട്ട് വന്ന് ഫസ്റ്റ് തിങ് ഇങ്ങനെ ജോമോളാണോ എന്ന് ചോദിച്ചു. അപ്പം ജോമോളാണെന്നല്ല ആദ്യം ചോദിച്ചത്, സിനിമാ നടിയാണോ എന്നാണ്. അപ്പം സിനിമാ നടി യെസ്, പക്ഷെ എന്ത് കാര്യം അതിന് നമുക്ക് ആ സിനിമാ നടിയാണോ എന്ന് ചോദിച്ച ഒരു ടോണുണ്ട്. സിനിമാ നടിയല്ലേ എന്ന് ചോദിച്ച എത്രയോ പേരുണ്ട്, ആണെന്ന് പറയും. പക്ഷെ സിനിമാ നടി, എനിക്കപ്പോൾ അതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സിനിമാ നടി അല്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഒരു ടോൺ ഉണ്ട്. ആ ടോൺ എന്നെ ഓൾറെഡി ട്രിഗർ ചെയ്തു. സിനിമാ നടിയല്ലേ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ എന്ന് മാത്രം പറഞ്ഞിട്ട് ഐ വാസ് മൈൻഡിങ് മൈ ഓൺ ബിസിനസ്. പിന്നീടാണ് ഇത് അയാളുടെ വായിൽ നിന്നാണ്, ഇത്ര പൊക്കമുള്ളൂ, പൊക്കമൊന്നും ഇല്ലേ. അപ്പം പിന്നെ നമ്മുടെ മനസ്സിങ്ങനെ എന്തിനാണെന്ന് ഇങ്ങനെ, അപ്പം ഞാൻ ചോദിച്ചു, വന്നു അപ്പം ഞാൻ തിരിച്ച് ഫേമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് ഓൾറെഡി മൈൻഡിൽ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവാം, ദാറ്റ് ഐ വിൽ ടോക്ക് ലൈക്ക് ദിസ് ടു യു എന്ന്. അല്ല, അയാൾ എന്നെ റാൻഡമായിട്ട് കണ്ടതാണ്. ലോബിയിൽ വേറെന്തോ ആവശ്യത്തിന് വന്നതാണ്. അപ്പം ഞാൻ ആ ലോബിയിൽ ഇരിക്കുന്നത് കൊണ്ട് വന്നതാണ്. കേരളത്തിൽ പോലും അല്ല, വെളിയിൽ, പുറത്ത് ഇന്ത്യക്ക് വെളിയിലായിരുന്നു. അപ്പം എനിവേ, അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രൊവോക്ക് ആവും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാവരും നമ്മൾക്ക് വേണ്ടതുപോലെ എല്ലാവരും സംസാരിക്കണം എന്നില്ല, പലവിധം. സോ ഇപ്പം ആ ഒരു മെച്യൂരിറ്റി ലെവൽ എത്തിയിട്ടുണ്ട്. ഒരു രീതി വരെ യെസ്, ഐ ഷുഡ് നോട്ട് ബി റിയാക്ടിങ് ഇമ്മീഡിയറ്റ്ലി, ഐ ഷുഡ് റെസ്പോണ്ട്, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം. പേഴ്സണലി ആയിട്ട് എന്നും പേഴ്സണലി എടുക്കരുത് എന്നുള്ള രീതിയിൽ അതിലോട്ട് മാറുന്നു. താങ്ക് യു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ജോമോൾ ആക്ച്വലി ഒരുപാട് ക്ഷമയുള്ളൊരു വ്യക്തിയാണോ? ഇറ്റ് ഡിപ്പെൻസ്. ക്ഷമ ഉണ്ടെന്നാണ് എൻ്റെ ഒരു, പക്ഷെ ക്ഷമ കെട്ടാൽ ഭയങ്കര പാടാണ്. വെൻ ഇറ്റ് ഗോസ് ടു യുവർ കംഫർട്ട് സോണിലോട്ട് പോകുമ്പോഴാണോ ആ ക്ഷമ കുറവ്, അതോ നേരെ തിരിച്ചാണോ? എനിക്കതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാമോ? അതായത് ഇപ്പം നോർമലി വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുക്ക ചിലപ്പോൾ നമ്മൾ ക്ഷമ കുറവായിരിക്കും, ആയിരിക്കാം. ചിലർക്ക് തിരിച്ചായിരിക്കാം, വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുക്ക ആയിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആദ്യമൊക്കെ ഞാൻ ഈ ഡിസ്പ്ലീസ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ആളുകൾ പറയും, നമുക്കൊരു ചെറിയ ഇറിറ്റേഷൻ വന്നാൽ ആരാണെങ്കിലും, ഫ്രണ്ട്സ് വിട്, അല്ലാതെ ആരാണെങ്കിലും ഞാനത് കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ അതിനെ പക്ഷേ അത് ക്ഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ ഞാനങ്ങ് ഇറപ്റ്റ് ആവും. ആ ലിമിറ്റ് ക്രോസ് ആയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് ഇറപ്റ്റ് ആവും. പിന്നീട് എനിക്ക് മനസ്സിലായി, ആ ഇറപ്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ റീസൺ മതി. പക്ഷെ നമ്മുടെ മനസ്സിൽ പെൻറ്റപ്പ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഇറിറ്റേഷൻ്റെ ബേസിസിലാണ് പിന്നെ ഇറപ്റ്റ് ആവുന്നത്. ഇപ്പം ഞാൻ അതിലേക്ക് പോവാറില്ല. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ അത് ആദ്യം തന്നെ എനിക്കതൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ആ ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അത് എനിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ എന്ന് ആദ്യമേ പറയും. സോ ദാറ്റ് എൻ്റെ ആ ഒരു ലെവലിലോട്ട് ക്ഷമ കെടാൻ ഉള്ള ഒരു അവസരം ഞാൻ അവർക്കും അത് ഞാൻ കുറച്ചും കൂടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഏജ് 40 ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഇപ്പം എനിക്ക് പെട്ടെന്ന് ക്ഷമ ലൂസ് ചെയ്യാറില്ല. ഇല്ല ഞാൻ എന്താ പറയുക, റിയാക്ട് ചെയ്യുന്നത് കുറച്ചിട്ട് അതിനെ കുറച്ചും കൂടെ റെസ്പോണ്ട് ചെയ്യാൻ, മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.